ചക്ക പഴുക്കാൻ തുടങ്ങിയ എല്ലാം കൂടെ ഒരുപോലെ അങ്ങ് പഴുത്തു തുടങ്ങും. പിന്നെ ഇതെല്ലാം കൂടി എന്ത് ചെയ്യുമെന്ന് ഓർക്കും. നമുക്ക് കഴിക്കുന്നതിനും ഒരു പരിധിയൊക്കെ ഉണ്ടല്ലോ. അടുത്തുള്ള വീടുകളിലൊക്കെ വേണ്ടവർക്കൊക്കെ കൊടുത്തു. ബാലൻസ് വന്നത് എന്തായാലും കളയാതെ ഞാൻ ഓരോന്നായി മുറിച്ചെടുത്തു. ഇത് കൂഴ വരിക്കച്ചക്കയാണ്. ഇപ്രാവശ്യം വിരിഞ്ഞതെല്ലാം ചെറിയ ചെറിയ ചക്കകളായിരുന്നു. നല്ല അടിപൊളി കളറിലുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചക്കയാണിത്. ഞാൻ ഈ ചുളകളെല്ലാം അടർത്തിയെടുത്ത് കുരു മാറ്റിയ ശേഷം മിക്സിയുടെ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്തു. ഇനി അടികട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് ഇങ്ങനെ അരച്ചെടുത്തത് മുഴുവനായും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി സ്റ്റൗ ഓണാക്കിയ ശേഷം എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ സമയം കുറച്ച് നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ്. മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായി ഞാനിവിടെ ഒരു പിഞ്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 5 മിനിറ്റ് കൂടി നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. പാനിൽ നിന്ന് വിട്ടുവരുന്ന സമയം ഒരു സ്പൂൺ ഏലക്കാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക. എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് നല്ലതുപോലെ ഒന്നുകൂടെ ഇളക്കി കൊടുത്ത ശേഷം സ്റ്റൗ ഓഫ് ചെയ്യുക. ഇനി ഇതിൻ്റെ ചൂട് നല്ലതുപോലെ മാറുന്നത് വരെ വെയിറ്റ് ചെയ്യുക. തണുത്ത ശേഷം ഓരോരോ ബോക്സുകളിലാക്കി ഫ്രീസറിൽ സൂക്ഷിച്ചു വെക്കുക. കുമ്പിളപ്പം ഉണ്ടാക്കാനോ ചക്കയുടെ ഉണ്ടാക്കാനോ അങ്ങനെ നമുക്ക് വേണ്ടപ്പോഴൊക്കെ ആവശ്യാനുസരണം എടുത്ത് ഉപയോഗിക്കാം. ഇങ്ങനെ ചക്കയുടെ സീസൺ കഴിഞ്ഞാലും നമുക്ക് എന്നും ചക്ക കഴിക്കാം. അപ്പോൾ ഇനിയും ചക്കയെല്ലാം ഒരുപോലെ പഴുത്തു പോയി എന്ന് കരുതി ആരും കളയരുത്. ഇങ്ങനെ ഉണ്ടാക്കി വെച്ചോളൂ. അടുത്ത സീസൺ വരെ ചക്ക കഴിക്കാം. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ.